മനുഷ്യനായാലും ജന്തുവിനായാലും ഒരു ജീവിതശൈലിയുണ്ട് അല്ലെ? ഒരു പട്ടി ജീവിക്കുന്നത് പോലെയാണോ ഒരു പൂച്ച ജീവിക്കുന്നത്? അല്ല, ഒത്തിരി വ്യത്യാസം. ഏതൊന്നിനും ഒരു ജീവിതശൈലി. ഓരോ രാജ്യക്കാരും ഓരോ സംസ്കാരവും ഒക്കെ ജീവിക്കുന്ന വ്യത്യസ്തമായിട്ടാണ്. പക്ഷേ വിശ്വാസികൾക്ക് ഒരു ജീവിതശൈലി, ഒരു സത്യക്രിസ്ത്യാനി എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നതിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയും. വിശുദ്ധിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കും, വചന പഠനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കും, പിന്നെ സഹോദര സ്നേഹത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയും. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഒരു സത്യക്രിസ്ത്യാനി ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട വിഷയങ്ങൾ ഒരു 4-5 വിഷയങ്ങൾ പറയാം. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം, വെരി ഗുഡ്. ആദ്യ സൽക്കാരം ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും, വെരി ഗുഡ്. സ്നേഹസമ്പന്നരായി, വളരെ വളരെ നല്ല ഒബ്സർവേഷൻസ് ആണ്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഈ പറഞ്ഞതെല്ലാം വളരെ ശരിയാണ്. ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം, സഹോദരന്മാരോടുള്ള സ്നേഹം, അതൊക്കെ ഏറ്റവും പ്രാഥമികമാണ്. എന്നാൽ നമ്മളും ദൈവവും മാത്രമായുള്ള ബന്ധത്തിൽ ഏറ്റവും പ്രസക്തമായിരിക്കുന്ന എന്തായിരിക്കും? പ്രാർത്ഥനയായിരിക്കും അല്ലേ? ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ ഏറ്റവും പ്രസക്തമായ കാര്യം എന്തായിരിക്കും? സംസാരമാണെന്ന് ഞാൻ പറയും. സ്നേഹമൊക്കെ പക്ഷെ വർത്താനം പറയും, എല്ലാം വാങ്ങിക്കൊണ്ട് കൊടുക്കും, പക്ഷെ ഒരു കാണിക്കും ഒറ്റ അക്ഷരം പറയും, അവർക്ക് ഒരു പ്രശ്നവും ഇല്ല. ഒരുപാട് ഞങ്ങൾ വളരെ സ്നേഹത്തില്ല, ഞങ്ങൾ പക്ഷെ മിണ്ട്. അങ്ങനെ പറഞ്ഞാൽ നമുക്കറിയാമല്ലോ എന്തോ അടിസ്ഥാനപരമായ പ്രശ്നമുണ്ട്. പ്രാർത്ഥന എന്ന് പറയുന്നത് നാം ദൈവത്തോട് സംസാരിക്കുകയാണ്. വചനം വായിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുകയാണ്. ഇത് ഏതാ പ്രധാനം? നാം ദൈവത്തോട് സംസാരിക്കുന്നു, ദൈവം നമ്മോട് സംസാരിക്കുന്നു. എന്റെ അഭിപ്രായത്തിൽ ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലേ? നാം ദൈവത്തോട് സംസാരിക്കുന്നു, ദൈവം നമ്മോട് സംസാരിക്കുന്നു. വചനം ഒത്തിരി വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ചില വിശ്വാസികള് ജീവിതത്തിൽ ചിലപ്പോ കുറവുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ ദൈവത്തോട് വളരെ കുറച്ചേ സംസാരിക്കും. ഒരു സൺഡേ സ്കൂൾ കുട്ടി പറഞ്ഞതുപോലെയാണ്, ദൈവത്തിന് എന്തോ ഒരു കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഈ അണ്ടകടാഹത്തിന് എന്തോ ഒരു വിഷയങ്ങളുണ്ട്, അതിൻ്റെ ഇടയിൽ ചെറിയ ഞാൻ എൻ്റെ വിഷയം കൊണ്ടുപോയി ദൈവത്തെ ശല്യപ്പെടുത്തും. ഞാൻ പ്രാർത്ഥിക്കാൻ പോലും. ദൈവത്തിന് അറിയാവുന്ന എൻ്റെ കാര്യങ്ങളൊക്കെ ദൈവം അത് അത്യാവശ്യമുള്ളതൊക്കെ തരും, ഞാനൊന്നും ബുദ്ധിമുട്ടിക്കാൻ പോകും. നല്ല ആത്മീയമായ ഒരു കാഴ്ചപ്പാടാതല്ലേ? പ്രാർത്ഥനയുടെ ദൈർഘ്യം ആണോ പ്രാർത്ഥനയുടെ ക്വാളിറ്റി, സ്വഭാവം? ഇത് ഏതാ കൂടുതൽ പ്രധാനം? ഒരു സെക്കൻഡ് മാത്രമേ ഒരാൾ പ്രാർത്ഥിക്കുന്നുള്ളൂ, പക്ഷേ നല്ല പ്രാർത്ഥനയാണ്. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, എന്നെയും വിശുദ്ധനാക്കണം. അതിനൊക്കെ കൂടുതൽ എന്ന് പ്രാർത്ഥിക്കാൻ? കർത്താവ് നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥനയേക്കാൾ മെച്ചമായൊരു പ്രാർത്ഥന ലോകത്ത് ആർക്കെങ്കിലും പ്രാർത്ഥിക്കാൻ ഒക്കുമോ? ഇല്ലെന്നാ എൻ്റെ വിശ്വാസം. കർത്താവ് നമ്മെ പഠിപ്പിച്ച ലോർഡ്സ് പ്രയർ എന്ന് പറയുന്ന പ്രാർത്ഥനയുണ്ടല്ലോ, കർത്താവിന്റെ പ്രാർത്ഥന, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ളത്. അതിനേക്കാൾ മെച്ചമായ ഒരു പ്രാർത്ഥന ആർക്കും പ്രാർത്ഥിക്കാൻ ഒക്കുകയില്ല. കാരണം കർത്താവ് രൂപപ്പെടുത്തി നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥനയേക്കാൾ മെച്ചമായ ഒരു പ്രാർത്ഥന ആർക്ക് രൂപപ്പെടുത്തിയെടുക്കാനൊക്കും? അപ്പോൾ ആ പ്രാർത്ഥന ഒരു 5 പ്രാവശ്യം ദിവസം ചൊല്ലിയാൽ മതിയോ? നിങ്ങൾ ചെല്ലുമെന്ന് എനിക്കറിയില്ല, ഞാൻ 2-3 പ്രാവശ്യമൊക്കെ ഒരു പ്രാവശ്യം ദിവസം പറയും ലോർഡ്സ് പ്രയർ. അത് പറയാതെ എനിക്ക് പ്രാർത്ഥിക്കാൻ ഒക്കില്ല. കാരണം കർത്താവ് ഇപ്രകാരം വേണം പ്രാർത്ഥിപ്പിക്കുന്നത് പറഞ്ഞതല്ലേ. അത് വിശ്വാസികൾ സഭയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടതെന്നൊക്കെയുള്ള വേറെ വിഷയം. പക്ഷെ വ്യക്തിപരമായും ആ പ്രാർത്ഥനയേക്കാൾ മെച്ചമായ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാനായിട്ട് ഒക്കില്ല. നിങ്ങൾ ലോർഡ്സ് പ്രയർ പ്രാർത്ഥിക്കാത്ത ആളുകളാണെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിന് എന്തോ ഒരു കുറവുണ്ട്. കാരണം അതിൻ്റെ അകത്ത് എല്ലാം ഉണ്ട്. 1 a day പോലെയാ, മൾട്ടിപ്പിൾ വൈറ്റമിൻ 1 a day. ഒരു മനുഷ്യന്റെ ആരോഗ്യത്തിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും ആ മൾട്ടിപ്പിൾ വൈറ്റമിൻ ഉണ്ട്. അത് വിഴുങ്ങിയത് കൊണ്ട് വയറ് നിറയും? വിശപ്പ് പോവും? ഇല്ല. അത് വിഴുങ്ങിയോണ്ട് അതിന്റെ വിശപ്പൊന്നും പോവില്ല. വിശപ്പ് പോകണമെങ്കിൽ ഞാൻ വിചാരിക്കുന്നു ചോറോ കപ്പയോ ചക്കയോ മാങ്ങയോ എന്തൊക്കെയാണ് അത് പ്ലേറ്റ് നിറച്ച് കഴിക്കണം. നമ്മുടേത് അതുപോലെയാണ്. പ്രാർത്ഥനയുടെ ആ വിശപ്പ് മാറണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കുറേ നേരം പ്രാർത്ഥിക്കണം. പക്ഷേ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എല്ലാ വിറ്റാമിനുകളും വേണമെങ്കിൽ നാം എന്ത് ചെയ്യണം? ഈ 1 a day വിഴുങ്ങണം. അപ്പൊ ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ നല്ലതാണ്. നന്നായിട്ട് ആഹാരം കഴിക്കുകയും ചെയ്യും, പിന്നെ എന്ത് ചെയ്യും? രാവിലെ വൈകിട്ടോ എപ്പോഴാണോ 1 a day വിഴുങ്ങുകയും ചെയ്യും. അപ്പോൾ അവർക്ക് എന്താണ്? ശരീരത്തിന് വേണ്ട ആഹാരവും കിട്ടി, ശരീരത്തിന് വേണ്ട പോഷണവും കിട്ടി. അപ്പൊ ശരീരത്തിൽ നിന്ന് ആഹാരത്തിൽ തന്നെ പോഷണം കിട്ടിയില്ലെന്ന് ചോദിച്ചാൽ കിട്ടും. അങ്ങനെ ക്രമീകരിച്ച് ഭക്ഷണം കഴിച്ചാൽ അങ്ങനെ ക്രമീകരിച്ച് ഭക്ഷണം കഴിക്കുന്നവരാരാണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ലോകത്തുള്ള ഒട്ടുമിക്കവാറും മനുഷ്യരിൽ ഞാൻ വിചാരിക്കുന്ന ഒരു നല്ല ശതമാനവും അവരെന്തെങ്കിലും വിറ്റാമിൻസ് ഒക്കെ കഴിച്ച ആഹാരത്തിൻ്റെ കൂടെ കഴിക്കും. അപ്പോൾ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന ഒത്തിരി ദീർഘമുള്ള പ്രാർത്ഥനയൊന്നുമല്ല. എത്ര നേരം വേണം? അതിപ്പോൾ കർത്താവ് സഭയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി തന്ന പ്രാർത്ഥനയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ വ്യക്തികൾ പറയാൻ വേണ്ടി തന്ന പ്രാർത്ഥനയാണെന്ന് ഞാൻ വിചാരിക്കും. ആ മോഡലിനെയൊക്കെ പുറത്താണ്. ഒരു മോഡലുണ്ടെങ്കിൽ പിന്നെ ആ മോഡലില്ലേ നമുക്ക് വേണ്ട. ഏതെങ്കിലും ഒരു സാധനത്തിന്റെ ഒരു മോഡൽ തന്നാൽ പിന്നെ മോഡലിനെയൊക്കെ മെച്ചമാക്കാൻ ഒക്കുമല്ലോ.
ഞാനിന്ന് പ്രാർത്ഥനയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാം. ഒത്തിരി കാര്യങ്ങൾ പറയുന്നില്ല, വളരെ കുറച്ച് കാര്യങ്ങളുമാണ്. നമ്മുടെ പ്രാർത്ഥനയുടെ പ്രാധാന്യം മനസ്സിലാക്കണമെങ്കിൽ ദൈവം പ്രാർത്ഥനയ്ക്ക് എന്ത് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. ഞാനല്ല, ഒരു കാര്യത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ ഏറ്റവും സഹായകരമായത് ആ വിഷയത്തിന് ദൈവം കൊടുക്കുന്ന പ്രാധാന്യം എന്താണ്. ഇപ്പൊ കർത്താവിന്റെ ജീവിതം എടുത്തേ, കർത്താവ് സത്യദൈവം മനുഷ്യനായി വന്നവനാണ്. ഈ മനുഷ്യനായി വന്ന കർത്താവ് പ്രാർത്ഥിക്കുമായിരുന്നു. എന്തിനു വേണ്ടിയാണ് കർത്താവ് പ്രാർത്ഥിക്കുന്നത്? കർത്താവിന് പാപമില്ല. അപ്പം ദൈവം മനുഷ്യനായി തീർന്നാൽ ആ ദൈവത്തിന് പോലും ഒഴിച്ചുകൂടാത്ത ഒരു ഐറ്റമാണ് എന്ത്? പ്രാർത്ഥന. അപ്പൊ പിന്നെ മനുഷ്യനായി നമുക്കോ? അപ്പൊ അത് മനസ്സിലാക്കണം. ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നപ്പോൾ ദൈവത്തിന് ഒഴിച്ചുകൂടാത്തൊരു കാര്യമാണ്. കർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ചോ ഇല്ലയോ അതൊക്കെ വേറൊരു വിഷയം. കർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ചു, കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീക്കി തരണം എന്നുള്ളത് കർത്താവിന്റെ ഒരു പ്രാർത്ഥനയായിരുന്നല്ലോ. കർത്താവിന് വേണ്ടിയുള്ള നമുക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയല്ലല്ലോ. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലെ കർത്താവിന്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥന വായിച്ചാൽ അതിലെ ഒത്തിരി കാര്യങ്ങൾ പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നതാണ്. കുറച്ച് കാര്യങ്ങൾ നമ്മെക്കുറിച്ച് നമുക്ക് വേണ്ടിയും പറയുന്നുണ്ട്. അപ്പൊ കർത്താവിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് പ്രാർത്ഥനയെങ്കിൽ നമുക്ക് എത്രയധികം പ്രാധാന്യമുള്ള ഒരു കാര്യമായിരിക്കണം പ്രാർത്ഥന. ഈ പ്രാർത്ഥനയുടെ പ്രാധാന്യം നമുക്ക് അറിയാൻ വയ്യാത്തതിന്റെ കാരണം ദൈവം പ്രാർത്ഥനയ്ക്ക് എന്ത് വില കൊടുക്കുന്നു എന്ന് നമുക്കറിയാം. ഈ പരിശുദ്ധാത്മാവ് എന്താ ചെയ്യുന്നത്? റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തിൽ എന്താ നാം വായിക്കുന്നത്? വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ല, അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുന്നു. അപ്പൊ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നാം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലെങ്കിലും അപ്പൊ ഇതൊരു നമുക്കായിട്ട് ഒരാളുണ്ട്. അതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ട് ആവശ്യമൊന്നുമില്ല. അതാണ് നമ്മുടെ മനുഷ്യന്റെ ആറ്റിറ്റ്യൂഡ്. അതുകൊണ്ടാ പ്രശ്നം. അപ്പനെല്ലാം കരുതിക്കൊള്ളുമല്ലോ. ഞാൻ ഇനിയിപ്പോ എത്ര നശിപ്പിച്ചാലും പിടിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ, അപ്പനുണ്ടല്ലോ. അങ്ങനെ ജീവിക്കുന്ന മക്കളുണ്ട്. അവരെയാണ് മുടിയന്മാരെന്ന് പറയുന്നത്. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്, എന്തോ ഒരു ബുദ്ധിമുട്ടിയ പരിശുദ്ധാത്മാവ് നമുക്ക് ഉച്ചരിച്ചുകൂടാത്ത വാക്കുകൾ ഞരങ്ങിക്കൊണ്ട്, ആളുകളെ ഞരങ്ങിക്കൊണ്ടൊക്കെ പറയില്ല. അതിന്റെ കാരണം എന്താ? നമ്മുടെ ആത്മാവ് പ്രാർത്ഥിക്കുന്ന ഒരു ആത്മാവല്ല. വല്ലപ്പോഴും പ്രാർത്ഥിച്ചാൽ തന്നെയും പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിക്കുകയില്ല. അങ്ങനല്ലേ തുടങ്ങി? എങ്ങനെയാ? ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുറന്നു നിൽക്കുന്നു. എന്താണ് ആ ബലഹീനത? വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് നാം അറിയുന്നു. അപ്പൊ പിന്നെ പരിശുദ്ധാത്മാവ് തുണ നിൽക്കുക. പരിശുദ്ധാത്മാവ് പിതാവിനോട് നമ്മളൊരു പ്രാർത്ഥിച്ച് കഴിയും. പരിശുദ്ധാത്മാവ് പിതാവിനോട് പറയാം, കർത്താവേ അവൻ പ്രാർത്ഥിച്ച അബദ്ധങ്ങളൊക്കെ ക്ഷമിക്കണമേ. ഞാൻ പറയാം അവനെന്താ അവൻ ഇത് വേണോ എന്ന് പറഞ്ഞു. കർത്താവ് അതൊക്കെ വെറും അബദ്ധമാണ്. അവൻ അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ ഭാവി നഷ്ടപ്പെട്ടു പോകും, നശിച്ചു പോകും. അവന് കർത്താവേ ഞാൻ അവന് വേണ്ടി പറയാം, അവന് വേണ്ടി ഇത് കൊടുക്കണമേ, ഇന്നതിനത് കൊടുക്കരുത്. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കും നമുക്ക്. നാം പല കാര്യങ്ങളും പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കാത്തതിന്റെ കാര്യം എന്താണെന്നറിയോ? നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് പറയും, വേണ്ട പിതാവ്, വേണ്ട പിതാവ്, വേണ്ട പിതാവ്, വേണ്ട പിതാവ്, അല്ല വേണ്ടത്. നാം പ്രാർത്ഥിച്ചില്ലെങ്കിലും ചില കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നതിന്റെ കാര്യം എന്താണെന്നറിയാമോ? കർത്താവേ അവനത് ആവശ്യമാണ്, കൊടുക്കണേ. പിതാവേ അവനത് ആവശ്യമാണ്, പിതാവേ കൊടുക്കണേ. അവൻ പ്രാർത്ഥിക്കാൻ വിട്ടുപോയതാണ്, കൊടുക്കണേ. നമ്മുടെ ബലഹീനതകളിൽ നമുക്കൊരു വലിയ ബലഹീനതയുണ്ട്. എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയില്ല. വർത്തമാനം പറയേണ്ടത് എങ്ങനെയാണെന്ന് അറിയാൻ വയ്യാത്ത ഒരാൾക്ക് വലിയ ബലഹീനതയല്ലേ? വർത്തമാനം പറയേണ്ടത് പോലീസ് സ്റ്റേഷൻ ചെന്നപ്പോൾ വർത്തമാനം പറയുന്നത് പോലെയാണോ കളക്ടർ എടുക്കുന്ന വർത്തമാനം പറയുന്നത്? അതുപോലെയാണോ ടീച്ചറിനൊക്കെ സ്കൂളിൽ ചെന്ന് വർത്തമാനം പറയുന്നത്? അതുപോലെയാണോ വീട്ടിൽ വന്ന് അമ്മയുടെ വർത്തമാനം പറയുന്നത്? ബഹുമാനപ്പെട്ട കളക്ടർക്ക് സമർപ്പിക്കുന്ന നിവേദനം, ബഹുമാനപ്പെട്ട അമ്മച്ചിക്ക് സമർപ്പിക്കുന്ന നിവേദനം അങ്ങനല്ലല്ലോ. ഈ നമ്മുടെയൊക്കെ ജീവിതത്തിലെ നാം ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ പലപ്പോഴും നടക്കാത്തതിന്റെ കാരണം പ്രാർത്ഥിക്കേണ്ടതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല. പിന്നെ നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നതിന്റെ കാരണം നമുക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. നമുക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു. എന്നാൽ പ്രാർത്ഥനയുടെ മഹത്വം എന്താണെന്നറിയാമോ? പ്രാർത്ഥിക്കേണ്ടും പോലെ നാം പ്രാർത്ഥിക്കുകയും പരിശുദ്ധാത്മാവ് അതോട് ചേർന്ന് ആമേൻ പറയുകയും ചെയ്യുന്നു. പിതാവേ അങ്ങനെ തന്നെ. എത്ര മനോഹരമായിരിക്കും. നാം അപേക്ഷിക്കുന്നത് പരിശുദ്ധാത്മാവ് അറ്റസ്റ്റ് ചെയ്യുക. ട്രൂ കോപ്പി ചിലപ്പോൾ അറ്റസ്റ്റ് ചെയ്യില്ലേ എന്ന് പറഞ്ഞ പോലെ പരിശുദ്ധാത്മാവ് പറയും ട്രൂ പ്രയർ, അറ്റസ്റ്റഡ് ട്രൂ പ്രയർ, സത്യസന്ധമായ പ്രാർത്ഥന. അവന്റെ ജീവിതത്തിൽ ആവശ്യമായ, സഹോദര ജീവിതത്തിൽ ആവശ്യമായ കാര്യങ്ങൾ മാത്രം ചോദിച്ചത്, അതെല്ലാം അത്യാവശ്യമുള്ള അറ്റസ്റ്റഡ് പിതാവിന്റെ മുന്നിൽ കൊണ്ടുവച്ചു നീ അവിടുന്ന് അത് നൽകുകയാണ്. അപ്പോൾ ചുമ്മാ ഒരുപാട് ജൽപ്പനം ചെയ്യും. കർത്താവ് പറഞ്ഞ് ജൽപ്പനം ചെയ്തത് ജാതികളെ പോലും ജൽപ്പനം ചെയ്തത്. എന്താ പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയില്ല, ഒന്നുമില്ല, ഒത്തിരി കാര്യങ്ങൾ ചോദിക്കും. എല്ലാ ലിസ്റ്റ് തരണമേ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കും. വേണ്ടതും വേണ്ടാത്തതും എല്ലാം ചോദിക്കും. അപ്പൊ ഈ റോമാലേഖനം 8-ന്റെ 26 നമ്മുടെ ഒരു വലിയ പ്രാർത്ഥനയുടെ ഒരു വലിയ സപ്പോർട്ടാണ്. പിതാവേ പരിശുദ്ധാത്മാവ് ഞാൻ ഈ ചോദിക്കാൻ പോകുന്ന കാര്യങ്ങളിൽ ഏതെല്ലാം കാര്യങ്ങൾ ശരിവെക്കുമെന്ന് എനിക്കറിയില്ല. ശുദ്ധ മനസാക്ഷിയിലാണ് ഞാൻ ചോദിക്കുന്നത്.
പരിശുദ്ധാത്മാവെ, ഞാൻ ചോദിക്കാൻ പോകുന്നതായിരിക്കുന്ന കാര്യങ്ങളിൽ ഏതെല്ലാം വിഷയങ്ങൾ അങ്ങ് പിതാവിനോട് റെക്കമെൻഡ് ചെയ്യും, ശുപാർശ ചെയ്യുമെന്ന് എനിക്കറിയില്ല. എങ്കിലും അവിടുന്ന് ശുപാർശ ചെയ്യുമെന്നുള്ളതായിരിക്കുന്ന ബോധ്യത്തിലാണ് ഞാനിത് ചോദിക്കാൻ പോകുന്നത്. ഞാൻ ചെറുപ്പമായിരിക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിലെ തിന്നാനും കുടിക്കാനും ഒക്കെ ധാരാളം സമൃദ്ധി, ഇഷ്ടം പോലെ. പക്ഷേ വസ്ത്രത്തിന്റെ കാര്യത്തിൽ ഭയങ്കര പിശുക്ക. അപ്പൊ തന്നെ അന്ന് നിക്കറുള്ള 2 നിക്കറും 2 ഷർട്ടും തരും. അത് കീറി കഴിഞ്ഞ അടുത്തതെടുത്ത് തരും. അങ്ങനെയാ. അത് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടോണം. അതിനപ്പച്ചൻ പറയുന്ന ഒരു ന്യായം, എടാ ഈ ദേശത്ത് 2 ഉടുപ്പുള്ളവർ ആരുണ്ട്? മിക്കവാറും പിള്ളേർ ഉടുപ്പില്ലാതെ സ്കൂളിൽ പോകുന്നു, നിക്കർ മാത്രം ഇട്ടുകൊണ്ട്. നിനക്ക് 2 ഉടുപ്പില്ലേ, പിന്നെന്താ? പിന്നെ അവസാനം കാര്യം സാധിക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, ഞാനിങ്ങനെ പുറകെ കിടന്നപ്പച്ചാന്ന് പറഞ്ഞ പോടാ, ഉടുപ്പിന്റെ ആവശ്യം. അമ്മ വന്ന് പറയേ, കേട്ടോ ഇതോ കേട്ടോ, അവനൊന്ന് ഉടുപ്പെടുത്ത് കൊടുക്കുക. എത്ര കാലമായി ഉടുപ്പെടുത്ത് കൊടുത്തിട്ട്, നീ അങ്ങോട്ട് എടുത്ത് കൊടുക്കും എന്നൊക്കെ പറഞ്ഞാലും അപ്പച്ചൻ പോയി ഉടുപ്പെടുത്ത് തരും. അമ്മയുടെ റെക്കമെൻഡേഷൻ അതിൻ്റെതായ ഫലം ചെയ്യും. പക്ഷെ എല്ലാ കാര്യത്തിനും അമ്മ കൂട്ടുപിടിക്കാൻ വരുമില്ല. അത് അമ്മ പറയാം, നീ അമ്മയോട് ചോദിച്ചാൽ മതി, ഞാനത് വരുന്ന കാര്യം ഞാൻ പറഞ്ഞു, നീ പോയി ചോദിച്ചു. അമ്മയ്ക്കറിയാൻ ചോദിച്ചാൽ കിട്ടൂല, അല്ലെങ്കിൽ ചോദിച്ചാൽ കിട്ടും. ഞാൻ പറയേണ്ട, ഞാൻ ഇടപെടേണ്ട ആവശ്യമില്ല. പ്രാർത്ഥന അതുപോലെ. ദൈവത്തിനടുക്ക് ചെന്ന് നമ്മൾ കുറെ കാര്യങ്ങൾ ചോദിക്കുമ്പോ, എന്താ പിതാവേ, ഞാൻ എത്ര ദിവസമായിട്ട് ചോദിക്കുന്നു, ശരിയാകാത്ത എന്താ? അപ്പൊ നമ്മളുടെ പരിശുദ്ധാത്മാവെ ഒന്ന് ശുപാർശ ചെയ്തേക്കണേ. എന്റെ ബലഹീനതയിൽ എനിക്ക് എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയില്ല, ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ എനിക്കറിയത്തുള്ളൂ, നീ ഒന്ന് ശുപാർശ ചെയ്തേക്കണം. അപ്പൊ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു? നമ്മുടെ ബലഹീനതയിൽ നമുക്ക് തുണ നിൽക്കുന്നു എന്നാണ്. നമുക്ക് പക്ഷപാതം കഴിക്കുന്നു നമുക്ക് വേണ്ടി. അപ്പൊ പിതാവേ, അവന്റെ ഇന്നത്തെ സാഹചര്യത്തിൽ അവന്റെ വിശ്വാസത്തിന്റെ നിലവാരമൊക്കെ വെച്ച് അവൻ ചോദിച്ചു കൊടുക്കുകയാണ് നല്ലത്. അല്ലെ, അവൻ നിരാശപ്പെട്ടു, വളരെ നിരാശപ്പെട്ടു. അങ്ങനെയൊക്കെയാ പലപ്പോഴും നമ്മൾ നിൽക്കുന്നത്. പക്ഷെ എന്നും ക്രിസ്ത്യ ജീവിതത്തിൽ അങ്ങനെ നിൽക്കാൻ പോകും. നമുക്ക് നേരെ അങ്ങോട്ട് പോയി കാര്യങ്ങൾ ചോദിക്കണോ? ചില കാര്യങ്ങൾക്ക് പോകുമ്പോൾ എൻ്റെ അപ്പച്ചൻ എൻ്റെ കൂടെ വരുമായിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. 1-ാം ക്ലാസ്സിൽ എന്നെ ചേർക്കാൻ പോയപ്പോൾ അപ്പച്ചൻ കൂടെ വന്നു. 5-ാം ക്ലാസ് കഴിഞ്ഞ് 6-ാം ക്ലാസ്സിൽ എന്നെ ചേർക്കാൻ സ്കൂൾ മാറി, മിഡിൽ സ്കൂൾ മാറി, അടുത്ത സ്കൂളിലേക്ക് പോയി. അപ്പച്ചൻ കൂടെ വന്നു. അവിടെ 5, 6, 8-ാം ക്ലാസ് ഹൈസ്കൂളിലേക്ക് പോകാൻ ഞാൻ പറഞ്ഞു, അപ്പച്ചാ അഡ്മിഷൻ പേടിയൊക്കെ പോയി എടുക്കണമെന്ന് പറഞ്ഞു. പ്രായമായി, ഞാൻ കൂടെ വരണമെന്ന്. ഞാൻ വരില്ലെന്ന്, നീ തന്നെ പോയാൽ മതി. അങ്ങനെയല്ല അപ്പച്ചാ, എല്ലാ പിള്ളേരുടെയും അപ്പനും അമ്മയും വരും. എല്ലാ പിള്ളേരെ പോലെ അല്ലടാ നീ അങ്ങോട്ട് ചെല്ല്. അപ്പച്ചൻ വന്നില്ല. ഞാൻ പേടിച്ച് പറിച്ച് ചെന്നുടനെ ചോദിക്കുന്ന ആദ്യത്തെ, നിന്റെ അപ്പൻ എവിടാന്ന്? ഞാൻ പറഞ്ഞു, സാറിനെ പോലൊരു സാറാ എൻ്റെ അപ്പനോട് പിള്ളേരെ അഡ്മിറ്റ് ചെയ്യാന്നുള്ളത് മറ്റൊരു സ്കൂളിൽ. പിന്നെ അയാളൊന്നും പറഞ്ഞില്ല. അഡ്മിഷൻ കോളേജിൽ പഠിക്കാൻ പോയപ്പോഴും ഞാൻ പറഞ്ഞു, അപ്പച്ചാ അന്നത്തെ പ്രീ യൂണിവേഴ്സിറ്റി ഒക്കെ, അപ്പച്ചാ കോളേജിൽ പോകണം. ഞാനെന്താ വേണം കോളേജിൽ പോകണ്ട, ഫീസ് തന്നേക്കാം. പിന്നെ കൂടെ വരണ്ടേ അപ്പച്ചൻ? എന്തിനു കൂടെ വരണം? നിനക്ക് പഠിക്കണം, നീ പോയി അഡ്മിഷൻ എടുക്കാൻ പറഞ്ഞു. ഞാൻ വരില്ലെന്ന് പറഞ്ഞു. എൻ്റെ ആവശ്യമില്ലെന്ന്. ഞാൻ തന്നെ അന്ന് മുതൽ എൻ്റെ 8-ാം ക്ലാസ് തുടങ്ങി ഇതുവരെ എൻ്റെ അപ്പച്ചനെ എൻ്റെ കൂടെ ഒരിടത്തും ഒരു കാര്യത്തിലും വന്നിട്ട്, നീ തന്നെ ചെയ്തോ, നിനക്കൊരു പ്രായമാണ്. അപ്പോ അത് എനിക്ക് വളരെ ഉപകാരം ചെയ്തു. അതെന്താന്ന് ചോദിച്ചാൽ, എൻ്റെ കാലം നിൽക്കാൻ എനിക്ക് പഠിച്ചു. ഒരു സ്കൂളിൽ പോയി കാര്യങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പഠിച്ചു. എല്ലാ പിള്ളേരും അവിടെ അപ്പനെയും അമ്മയും, ചില അപ്പനും അമ്മയും കൊണ്ട് വരും, ചില വലിയപ്പനും വലിയമ്മയും കൊണ്ട് വരും. എല്ലാവരും അവിടെ നിന്ന് ഇങ്ങനെ അഡ്മിഷൻ ചെയ്യുമ്പോൾ ഞാൻ തന്നെ അവിടെ നിൽക്കും, കാര്യങ്ങൾ പറയും. എന്ന് പറഞ്ഞ പോലെ ക്രിസ്ത്യ ജീവിതത്തിലും അങ്ങനെയാണ്. ഈ ബലഹീനതയുള്ളത് കൊണ്ട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ സഹായിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. എന്നും പരിശുദ്ധാത്മാവ് പറയും, ഇവനെ രക്ഷപ്പെടുത്താൻ നോക്കുമെന്ന് തോന്നുന്നില്ല. എത്ര കാലമായി ചോദിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല, എന്താ അവന് വേണ്ടതെന്നുള്ളത് അറിയില്ല. വേറെ ചിലർ അങ്ങനെയല്ല. അവർ വിശ്വാസ ജീവിതത്തിൽ, ക്രിസ്ത്യ ജീവിതത്തിൽ, അവരുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ അവർ മുന്നോട്ട് വളരെ പിതാവിന് ഇഷ്ടമുള്ളത് തന്നെ അവർ ചോദിച്ചു പോകാം. നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. നാം പ്രാർത്ഥിക്കാൻ പഠിക്കണം. ഈ ദിവസങ്ങളിൽ എനിക്ക് ചില വിഷയങ്ങളെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള ദിവസങ്ങളായിരുന്നു. അപ്പൊ ഞാനും ദൈവമായിട്ട് കുറെ സംവാദമൊക്കെ നടന്നിട്ടെങ്ങും ദൈവം അങ്ങോട്ട് കീഴ്പ്പെടുന്ന മട്ട് കണ്ടില്ല. ഞാൻ പറഞ്ഞു, ഇങ്ങനെയൊന്നും പോയാൽ കാര്യം ശരിയാവില്ലെന്ന് പറഞ്ഞു. ഞാൻ നിന്റെ ദാസനാണ്, നിന്റെ ഇഷ്ടം ചെയ്ത് ഞാൻ ജീവിക്കണേ, നീ ഈ കാര്യം എനിക്ക് ചെയ്ത് തന്നെ നോക്കുമെന്ന് പറഞ്ഞു. ദൈവം പറഞ്ഞു, ഒരു നിർബന്ധമൊന്നുമില്ലെന്ന് പറഞ്ഞു. അത് ചെയ്തു തരാതെ നിനക്ക് എൻ്റെ ഇഷ്ടം ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയൊക്കെ ഇരുന്നപ്പോ കർത്താവ് എൻ്റെ മനസ്സിലേക്ക് ഒരു ചിന്ത കൊണ്ടെത്താം. അപ്പൊ എനിക്ക് മനസ്സിലായി, ഞാനത് പ്രയോഗിച്ച് നോക്കിയെന്ന് നടക്കുകയും ചെയ്തു. അപ്പൊ എൻ്റെ ആവശ്യം നടന്നു. അപ്പൊ അതൊക്കെ ഈ ക്രിസ്ത്യ ജീവിതത്തിൻ്റെതായിരിക്കുന്ന ഓരോരോ വഴികളാണ്. ഈ ദൈവമായിട്ട് നമ്മുടെ ആ ഒരു സംസർഗം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ചിലപ്പോൾ അപ്പനും മോനൊരു സംസാരിക്കുന്ന പോലെ പിതാവും നമ്മൾ തമ്മിൽ സംസാരിക്കുക, നമ്മൾ കാര്യങ്ങളൊക്കെ പറയണം. അങ്ങനെയല്ല കർത്താവേ, അങ്ങനെയല്ല പിതാവേ, ഇങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്, ഇങ്ങനെയാണ്, ഇങ്ങനെ പോയാൽ ഇങ്ങനെയാകും. അങ്ങനെ ഇല്ല, അങ്ങനെ തരികയില്ല, ഇഷ്ടമല്ല. പിന്നെ എങ്ങനെ പറ?
അപ്പൊ കുറെ നേരം ഇങ്ങനെ മണിക്കൂറുകൾ ഇങ്ങനെ സമ്പാദിക്കും ദൈവമായിട്ട്. അതെ, അബ്രഹാം ദൈവമായിട്ട് സമ്പാദിച്ചില്ലേ? ഞാൻ ചെയ്യും 10 പേര് 50 പേരുണ്ടോ 40 പേരുണ്ടോ 30 പേരുണ്ടോ അങ്ങനെ ചെയ്യാൻ പാടില്ല. നീ നീതിമാന്റെ ദുഷ്ടന്മാരോട് നശിപ്പിച്ചോളൂ. എന്തൊരു ദൈവമാണ് നീ നീ ഇങ്ങനെയാണോ? നിന്റെ സ്വഭാവത്തിൽ ചേരുന്നതാണോ? അത് എന്നൊക്കെ പറയാം. മോശം പറഞ്ഞില്ലേ ജനങ്ങളെ നശിപ്പിക്കുമെന്ന് പറഞ്ഞില്ലേ? നീ അങ്ങനെ നശിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ശരിയാകുന്നത്? ദൈവത്തോടെ പറയുന്നത്. നീ അവരെ അവിടുന്ന് ഇവിടം വരെ കൊണ്ടുവന്ന് ഇവിടെ മരിപ്പിക്കൊണ്ട് കൊല്ലാനാ പറയാൻ. എന്നിട്ട് ആളുകളെല്ലാം പറയാം എന്താണ് നിനക്ക് നാനാട്ടി കൊണ്ടുപോകും വയ്യാഞ്ഞിട്ട് അവരെ കൊന്നെന്ന് പറയും. നാണക്കെട്ട കാര്യം, നിനക്ക് അങ്ങനെ ചെയ്യാൻ ഒക്കില്ലെന്നു ദൈവം പറഞ്ഞ കേട്ടിരിക്കുന്നു, നീ പറഞ്ഞ കേട്ടിരിക്കുന്നു. നമ്മുടെ ദൈവത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്താവുന്ന ഒരു ദൈവമാണ്. അങ്ങനെ ഒരു കാര്യമാണ്. നമ്മളൊക്കെ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ ഇവരെ ഒറ്റയടിക്ക് നശിപ്പിച്ചു കളയെന്ന് പറയാം. കർത്താവേ അങ്ങനെ തന്നെ ആകട്ടെ. എന്നിട്ട് ഞാൻ നിന്റെ മക്കളെയും വലുതാക്കും. കർത്താവേ അങ്ങനെ തന്നെ ആകട്ടെ. നിന്റെ ഇഷ്ടം നടക്കണമെന്നല്ലേ നമ്മളെ അങ്ങനെ പഠിപ്പിച്ചിരിക്കുന്നത്? ദൈവത്തിന്റെ ഇഷ്ടത്തിലല്ല. മോശ അങ്ങനെ ആയിരുന്നില്ല, അബ്രഹാം അങ്ങനെ ആയിരുന്നില്ല. പ്രാർത്ഥനയിൽ പോരാടുക എന്ന് പറയുന്നതൊക്കെ അതാണ്. അപ്പൊ ഈ പരിശുദ്ധാത്മാവ് ഇടയ്ക്ക് കയറി വരുന്ന എവിടാന്ന് ചോദിച്ചാൽ, നമ്മൾ ചിലപ്പോൾ ചോദിക്കുന്ന കാര്യങ്ങള് ശരിയായ കാര്യങ്ങളായിരിക്കും, പക്ഷെ അത് നമുക്ക് ബെസ്റ്റ് ആയിരിക്കും. സെക്കൻഡ് ബെസ്റ്റോ തേർഡ് ബെസ്റ്റോ ഒക്കെ. അപ്പൊ പരിശുദ്ധാത്മാവ് തിരുത്തി പ്രാർത്ഥിക്കും നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും. അങ്ങനെ പഠിത്തത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും എല്ലാ വിഷയങ്ങളെക്കുറിച്ചും അങ്ങനെ. അത് നമ്മൾ പഠിക്കണം ഈ പ്രാർത്ഥനയ്ക്ക്. അല്ല, ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഒരു ഗ്രോസറി ലിസ്റ്റും കൊണ്ട് അങ്ങനെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് പോവുകയാണ്. നമ്മൾ ലിസ്റ്റും കൊണ്ട് പോവാണ്. മഴയില്ല, വെള്ളം തരണം. പിള്ളേരുടെ പഠിത്തത്തിൽ അനുഗ്രഹിക്കണം. പരീക്ഷ നന്നായിട്ട് എഴുതണം. ജോലിയില്ല, ജോലി തരണം. ഇങ്ങനെ ഒരു 10-15 ഐറ്റം കൊണ്ടുപോകും. വീടില്ല, വീട് തരണം. കാശില്ല, കാശ് തരണം. സുഖമില്ല, സുഖം തരണം. കർത്താവിക്ക് നിനക്ക് സുഖം തന്നിട്ട് എനിക്ക് എന്താ ചെയ്യാൻ? നിനക്ക് സുഖം തന്നിട്ട് എനിക്കെന്താ കിട്ടാൻ? നിനക്ക് ജോലി തന്നിട്ട് എനിക്കെന്താ കിട്ടാൻ? യാക്കോബ് പറഞ്ഞില്ലേ, ഞാൻ പോകുന്ന വഴിയിൽ നീ എന്നെ സംരക്ഷിക്കുകയും സൗഖ്യമായിട്ട് തിരികെ എൻ്റെ വീട്ടിൽ കൊണ്ടുവരികയും ചെയ്താൽ, ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് തലയണയെ നിർത്തിയ ഈ തൂണ് കല്ലുണ്ടല്ലോ, അത് ഞാനൊരു തൂണാക്കും. ദൈവത്തെ ആരാധിക്കാനുള്ള തൂണാക്കും എന്ന് പറഞ്ഞാൽ അത് ഒരു ആരാധനാലയമായി മാറും. അപ്പൊ നീ ചോദിച്ചു നിനക്ക് എന്ത് വേണം? നിനക്ക് ഈ സ്ഥലത്ത് ഒരു ആരാധനാലയം വേണം? വേണ്ടയോ? ഭക്തന്മാര് പ്രാർത്ഥിച്ചപ്പോഴൊക്കെ അങ്ങനെയാണ്. അവർ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അങ്ങനെയാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോ എന്താ? നമ്മൾ പ്രാർത്ഥിക്കുമ്പോ കാര്യങ്ങൾ ചോദിക്കുകയുള്ളല്ല. ചോദിച്ച കാര്യങ്ങൾ തന്നാ കർത്താവ് എന്താ പ്രയോജനം എന്നുള്ള കാര്യം മിക്കവാറും തന്നാ കർത്താവ് പരാജയപ്പെടാൻ പോകുന്നത്. അപ്പൊ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നുള്ളത് ഒരു വലിയ വിഷയമാണ്. അപ്പം ശരിയായ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നാമും പരിശുദ്ധാത്മാവും ചേർന്നുള്ള പ്രാർത്ഥനയാണെന്ന് ഞാൻ പറയട്ടെ. നാമും പരിശുദ്ധാത്മാവും ചേർന്നുള്ള പ്രാർത്ഥനയാണ്. ചില സമയങ്ങളിൽ പ്രാർത്ഥിക്കാൻ നമ്മൾ ഒട്ടും വിചാരിക്കാത്ത ചില വിഷയങ്ങൾ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഹൃദയത്തിൽ ഹേമിക്കുക എന്ന് പറയാം. ചോദിക്ക. ഇപ്പൊ നമ്മൾ പ്രായത്തിന് ചോദിക്കുന്ന ഇപ്പൊ ചോദിക്ക. തിന്നായിരുന്നാലും ഉറങ്ങായിരുന്നാലും പഠിക്കാനിരുന്നാലും ഒറ്റ ചിന്തയുള്ളൂ, ചോദിക്ക. നീ ചോദിച്ചില്ലല്ലോ. അവസാനം നമ്മൾ ചോദിക്കും, കർത്താവേ എന്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് നിരന്തരമായി ഹേമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്, നിന്റെ ഹിതപ്രകാരമുള്ള വിഷയമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, ഇത് ചെയ്തു തരണം. പ്രാർത്ഥിക്കാനിരിക്കുമ്പോ ഭാരം തോന്നിക്കുന്നതാരാ? ജോർജ് മുള്ളറോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു. ജോർജ് മുള്ളറിന് 2 സ്നേഹിതന്മാരുണ്ടായിരുന്നു. അവിശ്വാസികളായ 2 പേര്. വിശ്വാസികൾ ഒത്തിരി പേര്, അവിശ്വാസികൾ 2 സ്നേഹിതന്മാരുണ്ട്. ജോർജ് മുള്ളർ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ തുടങ്ങിയുള്ള സ്നേഹിതന്മാര്. അപ്പൊ അവരുടെ വിശ്വാസത്തിന് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി ജോർജ് മുള്ളർ എന്നും പ്രാർത്ഥിക്കും. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കും, പേര് പറഞ്ഞു. അപ്പൊ ഒരിക്കൽ ഒരാൾ ചോദിച്ചു, ജോർജ് മുള്ളർ നിങ്ങൾ ഇത്ര വർഷമായിട്ട്, ഇപ്പൊ 30 വർഷമായിട്ട് നിങ്ങൾ ഈ 2 പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, രക്ഷിക്കപ്പെട്ടില്ല ഒരെണ്ണം പോലും. 2 പേർ. നിങ്ങൾ ഈ ആ പ്രാർത്ഥന നിർത്തരുതോ? നിങ്ങൾ അവർ രക്ഷിക്കപ്പെടും എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ഉറപ്പാണ്? ജോർജ് മുള്ളർ പറഞ്ഞു, എപ്പോഴും ഞാൻ മുട്ടുമടക്കുന്ന ഉടനെ എൻ്റെ മനസ്സിലേക്ക് ദൈവം കൊണ്ടുവരുന്ന ഈ 2 ആളുകളെ, ആ 2 ആളുകളെ ഞാൻ പ്രാർത്ഥിക്കാണ്ടിരിക്കുമ്പോൾ എപ്പോഴും എൻ്റെ മനസ്സിലേക്ക് ദൈവം കൊണ്ടുവരുന്നെങ്കിൽ ദൈവത്തിന് അവരെ രക്ഷിക്കാൻ പ്ലാനുണ്ട്. ആ രക്ഷ എൻ്റെ പ്രാർത്ഥന കൊണ്ട് നടക്കണമെന്നുള്ളത് അവരുടെ ദൈവത്തിന് ഇഷ്ടമാണ്. ജോർജ് മുള്ളർ മരിക്കുന്ന വർഷം ഒരാൾ രക്ഷിക്കപ്പെട്ടു. മറ്റേയാൾ ജോർജ് മുള്ളറിന്റെ ശവസംസ്കാരത്തിലെ പ്രസംഗം കേട്ട് രക്ഷിക്കും. പ്രാർത്ഥിച്ചിട്ടല്ലേ? ദൈവം തരുന്നതായിരിക്കും ചില ഭാരങ്ങളുണ്ട്. നിന്റെ മോന് വേണ്ടി പ്രാർത്ഥിക്കുക, പെണ്ണ് നിന്റെ മോക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അല്ലേ ശരിയാവില്ല, പ്രാർത്ഥിക്കുക. എന്റെ മാതാപിതാക്കൾ രക്ഷിക്കപ്പെടാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിന്റെ അമ്മാവൻ രക്ഷിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കും. നിന്റെ ആ കൂട്ടുകാരൻ രക്ഷിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കും. നമ്മൾ 3 ദിവസം പ്രാർത്ഥിച്ച് നിർത്തും. അപ്പൊ ചോദിക്കരുത് കർത്താവ് മുന്നറിഞ്ഞവരെയാണോ? അതൊക്കെ ദൈവത്തിന്റെ പരിപാടിയാണ്. ദൈവത്തിന്റെ പുസ്തകവും നമ്മുടെ കയ്യിൽ തന്നിട്ടില്ല. നമ്മൾ ദൈവം കളിക്കാനൊന്നും പോകണ്ട. ദൈവം നമ്മോട് പറഞ്ഞ് പ്രാർത്ഥിക്കാനാ. ദൈവം തന്ന വാഗ്ദത്തം പ്രാർത്ഥന കേൾക്കാമെന്ന. അത് തന്റെ ഹിതപ്രകാരം എന്തെങ്കിലും ചോദിച്ചാൽ. വാഗ്ദത്തങ്ങൾക്കൊക്കെ ചില വ്യവസ്ഥകളുണ്ട്. അപ്പൊ പരിശുദ്ധാത്മാവ് തരുന്നതായിരിക്കുന്ന
ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്. കഴിഞ്ഞ 50 വർഷമായിട്ട്, 50 കൂടുതൽ വർഷങ്ങളായിട്ട് എല്ലാ ദിവസവും എപ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിക്കും അപ്പോഴൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. നിങ്ങളോട് പറയില്ല, പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്. ഇതുവരെയും കർത്താവ് ഉത്തരം തന്നിട്ട് 50 വർഷമായിട്ട്. പക്ഷേ കർത്താവാണ് ആ പ്രാർത്ഥന ചെയ്യാനുള്ളതായിരിക്കുന്ന ഭാരം എൻ്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് എനിക്കറിയാം ആ പ്രാർത്ഥന ദൈവം കേൾക്കും എപ്പോഴെന്നുള്ള ദൈവത്തിന്റെ സമയത്ത്. ആ ഉറപ്പെനിക്ക്. FP മേയർ എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം ഒരു വലിയ മനുഷ്യനായിരുന്നു. പക്ഷെ അദ്ദേഹം ഒരു വലിയ മനുഷ്യനാണെന്ന് അദ്ദേഹത്തിന് അറിയില്ല. അയാളുടെ ജീവിതത്തിൽ എന്നും അയാൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. ദൈവമേ എന്നെ ഒരു വലിയ ദൈവമനുഷ്യനാക്കണം, ദൈവമേ എന്നെ ഒരു വലിയ ദൈവമനുഷ്യനാക്കണം. എന്നും പ്രാർത്ഥിക്കും, രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും പ്രാർത്ഥിക്കും. അയാളെ മരിക്കുന്നവരെ അയാൾ ദൈവമനുഷ്യനാണോ ഇല്ലെന്ന് അയാൾ അറിഞ്ഞില്ല. പക്ഷേ FP മേയർ മരിച്ചു കഴിഞ്ഞപ്പോൾ ലോകം മുഴുവൻ അറിഞ്ഞു അദ്ദേഹം ഒരു ദൈവമനുഷ്യനായിരുന്നു. ലോകത്തിലെ എല്ലാ വൻകരകളിൽ നിന്നും FP മേയറുടെ ശവസംസ്കാരത്തിന് ആളുകൾ ഓടിയെത്തി. അവിടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ FP മേയർ ഒരു വലിയ ദൈവമനുഷ്യനായി, ഒരു വലിയ ദൈവമനുഷ്യനായി. അപ്പൊ ആരോ പറഞ്ഞു, FP മേയർ 53, 52 വർഷങ്ങൾ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ദൈവം കേട്ടുവെന്ന് FP മേയറിന് അറിയില്ലായിരുന്നു. പക്ഷെ കേൾക്കുമെന്ന് അറിയാമായിരുന്നു. താൻ ചോദിച്ചത് തനിക്ക് ദൈവം തന്നിരുന്നു എന്നറിയാതെ മരിച്ചുപോയൊരു മനുഷ്യൻ. പക്ഷെ ലോകമെല്ലാം അറിഞ്ഞു താൻ വലിയ ദൈവമനുഷ്യനാണ്. ചിലപ്പോൾ സമയങ്ങളിൽ അങ്ങനെയാണ്. നമ്മൾ ചോദിക്കുന്ന ചില വിഷയങ്ങൾ നമ്മുടെ ജീവിതകാലത്ത് നമുക്ക് ലഭിച്ചെന്ന് വരികയില്ല. നമ്മുടെ ജീവിതകാലത്തിന് ശേഷമായിരിക്കും ചിലത് നമ്മുടെ ജീവിതകാലത്ത് തന്നെ നമുക്ക് തന്നിരിക്കും. FP മേയർക്ക് ജീവിതകാലത്ത് തന്നെ കൊടുത്തു, എന്നെ വലിയ ദൈവമനുഷ്യനാക്കണമെന്ന് പറഞ്ഞ് തന്നെ എത്രയോ വർഷങ്ങളായി ദൈവമനുഷ്യനായിട്ടാണ് ജീവിക്കുന്നത്. പക്ഷെ താനത് മനസ്സിലാക്കിയില്ല. എങ്കിലും ഞാൻ പ്രാർത്ഥിക്കണം കേട്ടോ. വല്ല മീനിങ് ഫുൾ ആയിട്ടൊക്കെ പ്രാർത്ഥിക്കും, അർത്ഥപൂർണ്ണമായിട്ട്. ചുമ്മാ എപ്പോഴും ചക്ക തരണേ, മാങ്ങ തരണേ, മീൻ തരണേ, ചക്കക്കുരു തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ അവസാനം കിട്ടുന്ന അതേ ജീവിതത്തിന്റെ ആകെ തുകയെന്ന് പറഞ്ഞാൽ 1 കിലോ ചക്കക്കുരു. ഇതിനു വേണ്ടി മാത്രമാണ് പ്രാർത്ഥിക്കുന്നത്. വല്ലതൊക്കെ കാര്യമായിട്ട് ചോദിക്കുന്നേ. അങ്ങനെ ചോദിക്കുന്നവർക്ക് കിട്ടത്തുള്ളൂ. കാര്യമാത്ര പ്രസക്തമായ ദൈവത്തോട് ചോദിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞ പരിശുദ്ധാത്മ എന്താ പറയുന്നത്, നാം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാന്ന് അറിയുന്നില്ല, എന്താ ചോദിക്കേണ്ടതെന്നും അറിയില്ല, എങ്ങനെയാ ചോദിക്കേണ്ടതെന്നും അറിയില്ല, എന്തുകൊണ്ടാ ചോദിക്കേണ്ടതെന്നും അറിയില്ല. പിന്നെ പരിശുദ്ധാത്മാവ് ചോദിക്കുന്നതുകൊണ്ട് നാം ഇങ്ങനെ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോവുക. അങ്ങനെ പോയാൽ മതിയെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ചിലവരുന്നത് മതിയെന്നാ പറയുന്നത്, ഞാൻ പറയുന്നത് പോരാന്നാ പറയുന്നത്. കാരണം പരിശുദ്ധാത്മാവ് എന്തുകൊണ്ട് ചെയ്യുന്നത്, നാം എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിയാത്തതുകൊണ്ടാണ്. അപ്പൊ നാം എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, നടക്കാൻ വയ്യാത്ത ഒരുത്തിന് കൈക്കെന്നും പരിശുദ്ധാത്മാവ് പിടിച്ചോണ്ട് നടത്തുക. എങ്ങനെ നടക്കണമെന്ന് അറിയാൻ വയ്യാത്തതുകൊണ്ട് ഇവരെ നടത്തിക്കൊണ്ട് പോവുക. പക്ഷേ അവൻ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം പറഞ്ഞു, കയ്യെന്ന് ഇവിടെ ഞാൻ നടന്നു നോക്കണ്ടെന്ന് പറഞ്ഞു. അവൻ സുഖമായിട്ട് അങ്ങ് നടന്നു. പരിശുദ്ധാത്മാവ് പറഞ്ഞു, വെരി ഗുഡ്, ഇനി ഞാൻ നിന്നെ പിടിക്കേണ്ട ആവശ്യമില്ല, നിനക്ക് വഴി അറിയാമല്ലോ, നടക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ, ആ നടപ്പല്ലേ നല്ലത്. അപ്പൊ ദൈവം നമ്മെ സഹായിക്കാൻ മനസ്സുള്ളവനും സഹായിക്കുന്നവനുമാണ്. പക്ഷേ നമ്മുടെ ബലഹീനതകളിലാണ്. നാം ബലവാന്മാരായാൽ ആ സഹായം നമുക്ക് ആവശ്യമില്ല. അതിനിടയ്ക്ക് നമുക്ക് ബലഹീനത വരും. അപ്പൊ പരിശുദ്ധാത്മാവ് ഉടനെ നമ്മളെ ഒരിക്കലും നമ്മെ വിട്ടുപോകില്ല, കൂടെ ഇരിക്കും. സഹായിപ്പാൻ എപ്പോഴും അവന് ശക്തനും മനസ്സുള്ളവനുമാണ്. 2 കൊരിന്ത്യർ 1-ാം 8 മുതൽ 11 വരെ വായിച്ചേ. വലിയ വേദഭാഗമാണ്. പൗലോസിന്റെ ജീവിതാനുഭവത്തെ കുറിച്ച് പറയാ. ആസിയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം, എഫെസോസിൽ വെച്ച് കല്ലെറിഞ്ഞു, ഇസ്രായേലിൽ വെച്ച് എവിടെ വെച്ചാ കല്ലെറിഞ്ഞത്, മരിച്ചെന്ന് വിചാരിച്ചു, ആസിയിൽ വെച്ച് മരിച്ചെന്ന് വിചാരിച്ചു. അവസാനം ശത്രുക്കൾ വന്ന് കാലെ പിടിച്ചെന്ന് ചത്ത നായെ കൊണ്ടുപോകുന്ന പോലെ വലിച്ചു കൊണ്ടുവന്ന് കച്ചറയിരുന്നിടത്ത് കൊണ്ടിട്ട് ശവോടെ കിടന്ന് ശിഷ്യന്മാരെല്ലാം ചുറ്റും നിന്ന് എന്ത് ചെയ്യാനാ, ഞങ്ങളുടെ പൗലോസപ്പോസ്തലൻ പോയി, ഇനി ആരാ ഞങ്ങൾക്കുള്ളത്? ചിന്തിച്ചു നോക്ക്. ഏതായാലും അവരോട് നിന്നു. കരയായിരുന്നു, പ്രാർത്ഥിക്കാന്നൊന്നും എനിക്കറിയില്ല. അവരുടെ വിശ്വാസ നിലവാരം അനുസരിച്ച് അവരെ കരഞ്ഞു കാണും. കർത്താവേ പൗലോസിനെ ഉയർപ്പിക്കണമെന്ന് പ്രാർത്ഥിച്ചോ, ജീവനെ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചോ അറിയില്ല. പൗലോസ് കാലമൊന്നും എഴുന്നേറ്റ്, ഞങ്ങൾ ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ് ഞങ്ങൾ ശക്തിക്ക് വേണ്ടി അത്യന്തം ഫലപ്പെട്ടു. അതായത് ഞങ്ങളിലല്ല, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കുമെന്നുള്ളത് നിർണ്ണയിക്കേണ്ടി വന്നു. പൗലോസ് അതേക്കുറിച്ച് പിന്നെ പറയുന്നത്, ഞാൻ 3-ാം സ്വർഗ്ഗത്തോട് എടുക്കപ്പെടും, ശരീരം കൂടാതെ ഒന്നും എനിക്കറിയില്ല, എന്റെ അനുഭവം ഉണ്ടായതായിട്ട് എനിക്കറിയാം. എന്നിട്ട് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ തന്റെ ജീവിതത്തിലും ശുശ്രൂഷയിലും ധാരാളമുണ്ട്. ഒരുപാട് കല്ലേറും, ഒരുപാട് മർദ്ദനവും, ഒരുപാട് അടിയും അന്യവർഗങ്ങളുമായിട്ട് യുദ്ധവും, കടലിലെ ആപത്തും കരയിലെ ആപത്തും, എന്തോ ഒരു കഷ്ടത അനുഭവിച്ചൊരു മനുഷ്യനാണെന്നറിയാം. എന്നിട്ട് അദ്ദേഹം ഇതെല്ലാം പറഞ്ഞു, വിടുവിക്കും, മേലാലും വിടുവിക്കും എന്ന് ഞങ്ങൾ അവനെ ഉറച്ചിരിക്കുന്നു, യാതൊരു സംശയമില്ല വിടുവിക്കും എന്നുള്ളത്. പക്ഷേ എന്നിട്ട് 11-ാം വാക്യത്തിൽ പറഞ്ഞു, അതിന് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാൽ തുണയ്ക്കുന്നുണ്ടല്ലോ. ഇത്രയും വിടുവിക്കും എന്ന് ദൈവത്തിന് ആശ ഉണ്ടായിട്ടും വിശ്വാസം ഉണ്ടായിട്ടും പൗലോസ് അതിൽ 11-ാമത് കൊണ്ട് പറയുന്നത് എന്താ പറയാ, അതിനെ
ഈ വിടുതലിന് നിങ്ങളുടെ പ്രാർത്ഥനയും കാരണം. കർത്താവിന് വേണ്ടി കഷ്ടമനുഭവിക്കുന്ന ദൈവദാസന്മാരുടെ മരണത്തിൽ നിന്ന് അവരെ വിടുവിക്കാനും കഷ്ടതയിൽ നിന്ന് അവരെ വിടുവിക്കാനും അവരുടെ വിശ്വാസം കാരണമാണ്. ദൈവം അവർ പറഞ്ഞു, ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ മേലാലും വിടുവിക്കും, ഞങ്ങൾക്കറിയാം അത് സംഭവിക്കുമെന്ന്. പക്ഷെ ഒരു കാര്യം, നിങ്ങളുടെ പ്രാർത്ഥന. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ പ്രാർത്ഥിച്ച ദൈവം മനുഷ്യനെ മരിക്കാതെ സൂക്ഷിച്ചത്? അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? പൗലോസ് ഈ പറഞ്ഞപ്പോ നിങ്ങളുടെ എന്ന് പറഞ്ഞത് സഭയിലെ വിശ്വാസികളുടെ എന്ന് ചേർത്ത് വായിക്കാമോ? അതിന് സഭയിലെ വിശ്വാസികളുടെ പ്രാർത്ഥനയും സഭയിലെ വിശ്വാസികളുടെ പ്രാർത്ഥനയും കാരണമാണെന്ന് പറയാൻ നോക്കൂ? എവിടെ പറയാനല്ലേ? എത്രയോ ദൈവദാസന്മാര് ജയിലുകളിലും മറ്റും ഇപ്പോഴും കിടപ്പുണ്ട്. അവർ ചെയ്യാത്ത കുറ്റം സുവിശേഷം പ്രസംഗിച്ചതിനും മറ്റുമായിട്ട് തല്ലുകൊണ്ട് അടികൊണ്ട് മർദ്ദനങ്ങളേറ്റവരൊക്കെ ഇന്റർനെറ്റിലൊക്കെ നോക്കി അറിയാം എന്തോരം ആളുകളുടെ പേരുകൾ വരും. നമ്മൾ അവർക്ക് വേണ്ടി വല്ലതും പ്രാർത്ഥിക്കുന്നുണ്ടോ? അവരുടെ വിടുതലിന് നമ്മുടെ പ്രാർത്ഥന എന്ത് കോൺട്രിബ്യൂഷൻ ചെയ്യും? നമ്മൾ പറയും ഇങ്ങനെയൊക്കെ ഇങ്ങനെന്നൊക്കെ പറയാം എന്നല്ലാതെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ സഹോദര നിങ്ങളുടെ പ്രാർത്ഥനയാലാണ് ഞാൻ വിടുവിക്കപ്പെട്ടത്, നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് കൂട്ടുന്നു എന്ന് നമ്മോട് നോക്കി പറയാനായിട്ട് സാധിക്കുമോ? പൗലോസ് എത്ര വലിയ മനുഷ്യനായിരുന്നു! പല സന്ദർഭങ്ങളിൽ ജീവിക്കുമോ എന്ന് സംശയമായിരുന്നു. ജീവിക്കുമോ എന്ന്. എഫെസോസിൽ വെച്ച് വന്യമൃഗങ്ങളുമായി യുദ്ധം ചെയ്തു. അതിനെക്കുറിച്ചൊന്നും അപ്പോസ്തല പ്രവൃത്തിയിൽ വായിക്കുന്നില്ല. പക്ഷെ തന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടത്തിൽ കൊരിന്ത്യർ ലേഖനത്തിൽ താൻ അതേക്കുറിച്ച് പറയുന്നുണ്ട്. വന്യമൃഗങ്ങളുമായിട്ട് ഞാൻ വിചാരിക്കുന്നു തന്നെ സിംഹത്തിന് എറിഞ്ഞു കൊടുത്തു കാണും. അന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. വന്യമൃഗങ്ങൾക്ക് എറിഞ്ഞു കൊടുത്തു കാണും. സിംഹവുമായിട്ടൊക്കെ യുദ്ധം ചെയ്യേണ്ടി വന്ന് കാണും. അതൊന്നും പൗലോസ് വിവരിച്ചിട്ടില്ല. അതൊക്കെ വിവരിച്ച സാധാരണക്കാർക്ക് മനസ്സിലാവില്ല. 2 ദിവസം വരെയൊക്കെ കടലിൽ വെള്ളത്തിൽ കിടക്കുക എന്ന് പറഞ്ഞ അങ്ങനെ ഒരു പലകെ പിടിച്ചിങ്ങോട്ട് പൊങ്ങി ഇങ്ങനെ 2 ദിവസം വെള്ളത്തിൽ കിടക്കുക. സ്രാവും കില്ലർ വെയിൽസും ഒക്കെ ഉള്ളതായിരിക്കുന്ന വെള്ളത്തിൽ ഇങ്ങനെ കിടക്കുക. നമുക്കറിയാം. പൗലോസ് മാത്രമല്ല, ഒരുപാട് ദൈവദാസന്മാർ അതുപോലെ കഷ്ടം അനുഭവിക്കുന്നവരുണ്ട്, തല്ലുകൊള്ളുന്നവരുണ്ട്. നമ്മുടെ ഒരു കൊച്ചു ലോകത്തിൽ നമ്മളങ്ങനെ ക്യാപ്സ്യൂളിൻ്റെ അകത്ത് കയറിയേ എയർ ബബിളിൻ്റെ അകത്ത് കയറി സുഖമായിട്ടിരിക്കുകയാണ്. നമുക്കിതൊന്നും വിഷയവുമല്ല, നമ്മളിതൊന്നുമില്ല. നമ്മുടെ പ്രാർത്ഥനാ ജീവിതം എന്നൊക്കെ പറയുന്നത് എന്താണ്? കർത്താവെ, തന്ന ഉറക്കത്തിനായി സ്തോത്രം, ഇന്ന് പകൽക്കാലം ഞങ്ങളെ അനുഗ്രഹിക്കണമേ, കൊച്ചിന് പരീക്ഷയുണ്ട്, പഠിത്തമുണ്ട്, എനിക്ക് ഈ കാര്യം ചെയ്യാനുണ്ട്, സഹായിക്കണേ, അനുഗ്രഹിക്കണമേ, യേശുവിന്റെ നാമത്തിൽ തന്നെ പ്രാർത്ഥന കഴിഞ്ഞില്ലേ? ലോകമെമ്പാടും വിശുദ്ധന്മാർ കഷ്ടം അനുഭവിക്കുകയും ജയിലിൽ കിടക്കുകയും എവിടെല്ലാം എന്തെല്ലാം ചെയ്യുന്നുണ്ട്. നമ്മളെന്താ പ്രാർത്ഥിക്കും? അവരെ വല്ലോ നമുക്ക് പല ചിന്തയുണ്ടോ? അപ്പൊ പൗലോസ് ഇവിടെ പറയുന്നത്, പൗലോസ് പറഞ്ഞു, സഹോദരന്മാരെ, ആസിയയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. നിങ്ങളത് അറിയണം. ഞങ്ങൾ ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നി പലപ്പോഴും. ഞങ്ങൾ ചത്തുപോകുമെന്ന് തന്നെ അവർ വിചാരിച്ചു. അവർക്കൊക്കെ കിട്ടിയ അടി എന്നൊക്കെ പറയാം, എന്നോ അടിയാ. അതിൽ ഒരടി നമുക്ക് കിട്ടിയിട്ടില്ല. അടി കിട്ടിയിട്ടുണ്ട്, പക്ഷേ അതിലൊരടി കിട്ടിയിട്ടില്ല. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു സ്ഥലത്ത് സുവിശേഷം പ്രസംഗിക്കുമ്പോൾ നമ്മുടെ സഹോദരന്മാരിൽ ഒരാളെ വലിയ മോബ് ചുറ്റും കൂടി ഇങ്ങോട്ട് വന്നിട്ട് വലിയ ജാനബാഹുവായ ഒരു മനുഷ്യൻ അത് കഴിഞ്ഞോട്ട് വന്നിട്ട് സഹോദരൻ പ്രസംഗം കൊങ്ങായിക്ക് പിടിച്ചിട്ട് ഇങ്ങനെ പൊക്കിയ സമയത്ത് ഈ 2 കണ്ണും ഇങ്ങനെ കണ്ണിന്റെ അകത്തു നീർപ്പോട്ട് ഇത്രയും നോക്കി തെള്ളിപ്പോ തീർന്നെന്ന് വിചാരിച്ചു. എന്നിട്ട് അദ്ദേഹം കിട്ടും. ഏതായാലും ചത്തില്ല, സഹോദരൻ ഇപ്പോഴും ജീവിച്ചിരിപ്പോ. ചില സന്ദർഭങ്ങളിലെ എന്നെ ഉപദ്രവിക്കാൻ ഒത്തിരി ശ്രമിച്ചു, കുറച്ചൊക്കെ ഉപദ്രവിക്കുകയും ചെയ്തു. പക്ഷേ എനിക്കൊന്നും പറ്റി. എന്റെ ഷർട്ട് വലിച്ചു കയറിയതും ബൈബിൾ വലിച്ചു കയറിയതും മാത്രമേ സംഭവിച്ചുള്ളൂ, വേറെ സംഭവിച്ചില്ല കാര്യം. അല്ല, ചില സന്ദർഭങ്ങളിൽ നമ്മളൊന്നും അനുഭവിച്ചിട്ടില്ല, ഒന്നും അനുഭവിച്ചിട്ടില്ല. എന്തോ അനുഭവിച്ചെന്നാ പറയും. പൗലോസ് പറഞ്ഞു, ജീവിച്ചിരിക്കുമോ എന്ന് സംശയം, ഭയം ഉണ്ടായി. ഈ പ്രാവശ്യം ചത്തുപോകുമെന്ന് തന്നെ വിചാരിച്ചു. പക്ഷേ പറയാണ്, അതെ, ഞങ്ങളിലല്ല, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കുമെന്ന് നിർണയിച്ചു. മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ. അപ്പൊ പൗലോസ് പറഞ്ഞു, കർത്താവേ, ഇനിയും ഈ ലോകത്തിലെ ജീവിതം അവസാനിക്കുകയാണ്, ഒരു പുനരുദ്ധാനത്തിന്റെ ദിവസം വരും, അന്നത്തേക്ക് ഞാൻ എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിൽ പരമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു താൻ മരിച്ചു. എൻ്റെ ആത്മാവ് 3-ാം സ്വർഗ്ഗത്തോട് എടുക്കപ്പെട്ടു. ശരീരത്തോടെ ഇല്ലയൊന്നൊന്നും അറിയില്ല. കർത്താവ് പറഞ്ഞു, പൗലോസ്, ഇത്ര അടിയൊന്നും കൊണ്ടാ പോരാ, നിനക്ക് കുറച്ചുകൂടെ അടിയുണ്ട്, പൊക്കോളം പറഞ്ഞു. ഇതേയും വർഷങ്ങള് വന്നു. അപ്പൊ പൗലോസ് പറയാണ്, ഇതേക്കുറിച്ച് നിങ്ങൾ അറിയണം. വിശ്വാസികളായ നമ്മളും മറ്റുള്ളവരുടെ കഷ്ടതകളെ കുറിച്ചും ബുദ്ധിമുട്ടുകളെ കുറിച്ചും അറിയണം. എന്നിട്ട് ഇതെല്ലാം പറഞ്ഞിട്ടാണ് പറഞ്ഞു, ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിച്ചു, അവിടെയും വിടുവിച്ചു, വിടുവിക്കുകയും ചെയ്യും, അവൻ മേലാലും വിടുവിക്കും എന്ന് ഞങ്ങൾ അവനിൽ ആശ വെച്ച് ഇരിക്കുന്നു. ഇത്രയും ഉറക്ക ധൈര്യമായിട്ട് പറഞ്ഞു, അവിടെ ചത്തില്ല, ഇനിയും ചാവില്ല, ഇനിയും ഞങ്ങളെ വിടുവിക്കും എന്ന് പറഞ്ഞു. എന്നാൽ ഒരു കാര്യമുണ്ട് കേട്ടോ സഹോദരന്മാരെ, നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഇതിന്റെ പിന്നില്. ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയാ തുണയ്ക്കുന്നുവല്ലോ എന്നാണ്. അങ്ങനെ പലർ മുഖാന്തരം ഞങ്ങൾക്ക് കിട്ടിയ കൃപ.
കൊരിന്ത്യയിലെ നിങ്ങൾ മാത്രമല്ല, പലർ മുഖാന്തരം എത്രയോ സ്ഥലങ്ങളിലെ എത്രയോ വിശ്വാസികൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഞങ്ങൾ ഇന്നും അങ്ങനെയൊക്കെയാ കേട്ടോ. കർത്താവിന്റെ വേലക്കാര് ഇന്നും ജീവിക്കുന്നത് അങ്ങനെയാണ്. ഇന്നലെ ഞാനൊരു ചെറുപ്പക്കാരനുമായിട്ട് സംസാരിച്ചു. അദ്ദേഹം 12 വർഷം ജയിലിൽ കിടന്നു താൻ ചെയ്യാത്തൊരു കുറ്റത്തിന് വേണ്ടി. ഒരുപറ്റം ചെറുപ്പക്കാർ എവിടെയോ ഒരു സ്ഥലത്ത് പോയി. ആ ചെറുപ്പക്കാരിൽ ഒരാൾ വേറൊരാളെ കൊന്നു. അവന്റെ ഒരു ശത്രുവിനെ അവിടെ വെച്ച് കണ്ടുകിട്ടി, അവനെ കൊന്നു. ഈ ഗ്രൂപ്പിൽ പ്രായപൂർത്തി 18 വയസ്സ് പ്രായമായ ഒറ്റ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. മറ്റേവരെല്ലാം മൈനർ ആയിരുന്നു. അത് ഈ ജയിലിൽ പോയ ആളാണ്. അതുകൊണ്ട് പോലീസ് ഇവനാണ് കൊന്നതെന്ന് FIR എഴുതി. പറഞ്ഞു, മൈനേഴ്സിനെ അങ്ങനെ ശിക്ഷിക്കാൻ ഒക്കുകയില്ല, നീ മേജറാണ്, അതുകൊണ്ട് നീ കുറ്റമേറ്റു. കൊന്നവൻ പറഞ്ഞ് കാല് പിടിച്ച് പറഞ്ഞു പോലീസിനോട്, അവനല്ല കൊന്നത്, ഞാനാണ്, നീ മിണ്ടാതിരിക്കാൻ പറഞ്ഞു, നീ മൈനറാന്ന് പറഞ്ഞു. ഇവനാണ് കൊന്നത്. അവന് ജയിലിൽ 12 കൊല്ലം കിടന്നു. വിചാരിച്ചു, 12ാം ക്ലാസ് പാസ്സായതേ ഉള്ളൂ. മാന്യമായ ഒരു കുടുംബത്തിൽ നിന്ന് ദൈവം അവനെ എന്താ വിടുവിക്കാന്ന് ഞാൻ പറഞ്ഞു ചോദിച്ചു. അവസാനം സുപ്രീം കോടതിയിലെ 2 ജഡ്ജിമാർ ചോദിച്ചു, ഇപ്പൊ തന്നെ അവനെ റിലീസ് ചെയ്യണമെന്ന് പറഞ്ഞു. 12 കൊല്ലം നിങ്ങൾ തെറ്റായിട്ട്, അവൻ ചെയ്യാത്തൊരു കുറ്റത്തിന് വേണ്ടി 12 കൊല്ലം നിങ്ങൾ ജയിലിലിട്ടെന്ന് പറഞ്ഞു. എന്ത് അന്യായമാണ് കാണിച്ചെന്ന് ചോദിച്ചു. 7 ദിവസത്തിലുള്ള അവനെ വിട്ടിരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ഇറങ്ങിപ്പോകുന്നു. എന്താ അവനെ ഇടാൻ കാരണം എന്നറിയാം? അവന്റെ വക്കീൽ പറഞ്ഞു, നീ ഒരു മലയാളിയാ, കൊന്നവൻ ഒരു മറാത്തിയാണ്. ഒരു മലയാളി ഒരു മറാത്തിക്ക് വേണ്ടി ജയിലിൽ പോകേണ്ടി വരും. ഞങ്ങൾക്ക് ഒരു മലയാളിയെ കൈ കിട്ടിയാൽ ഞങ്ങൾ ഒരു മറാത്തിയെ രക്ഷപ്പെടും. അവന്റെ കുറ്റം അത് മാത്രമാണ്. അതിശയകരമായിട്ട് ദൈവം അവനെ ആ ജയിലിൽ വെച്ച് രക്ഷിക്കപ്പെടുത്തി. അവൻ കുറ്റക്കാരനല്ലെന്ന് അവർക്കും എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് അവനവിടെ ഒരു മിനിസ്ട്രി തുടങ്ങി. അവനെ രക്ഷയിലേക്ക് നടത്തിയതുപോലെ തന്നെ 300 ജയിലിൽ കിടക്കുന്ന 300 പേർക്ക് അവൻ എന്നും ക്ലാസ് എടുക്കുവാൻ അച്ചടക്കമായിട്ട് വന്നിരിക്കും. അവൻ അവരോട് സുവിശേഷം പറയും. ധാരാളം പേര് രക്ഷിക്കപ്പെട്ടു. അപ്പൊ ഇപ്പോഴും അവന് സുവിശേഷം പറയും. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താന്ന് ചോദിച്ചാൽ, ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അവന്റെ അമ്മ നമ്മുടെ ഒരു വിശ്വാസിയാണ്. അവന്റെ അമ്മ പ്രാർത്ഥനയ്ക്കാൻ പറഞ്ഞ് ഞങ്ങൾക്ക് ഒത്തിരി പ്രാർത്ഥിച്ചു അവന് വേണ്ടി. ഏതായാലും ദൈവം പ്രവർത്തിച്ചു. അനേകരുടെ പ്രാർത്ഥനയാലാണ് രക്ഷ വരുന്നതെന്നാണ് ഞാൻ പറയുന്നത്. അനേകരുടെ പ്രാർത്ഥനയാണ്. നമ്മൾ ഈ നമ്മുടെ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥന അങ്ങോട്ട് ചെല്ലുന്നത് കേൾക്കുന്നത് തന്നെ ചിലപ്പോൾ ദൈവത്തിന് അലർജിയാണ്. പിന്നെയും തുടങ്ങി. രാവിലെ പിന്നെയും വന്നിരിക്കുക, കഞ്ഞി തരണേ, കപ്പ തരണേ, കാപ്പി തരണേ, മഴ തരണേ, വെള്ളം തരണേ, കൊച്ചിനെ സഹായിക്കണേ, പരീക്ഷ സഹായിക്കണേ എന്ന് പറഞ്ഞ് പിന്നെയും തുടങ്ങും. നാളെ രാവിലെ പിന്നെയും തുടങ്ങി. ദൈവത്തിന് അതിനേക്കാൾ എത്രയോ പ്രാധാന്യമുള്ളതായിരിക്കുന്ന എത്രയോ ദൈവത്തിന്റെ മക്കൾ ജയിലുകളിൽ കിടക്കുകയും പോലീസ് സ്റ്റേഷനിൽ കിടക്കുകയും തല്ലുകൊള്ളുകയും അടികൊള്ളുകയും ചെയ്യുന്നു. അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാനുണ്ട്. നമുക്ക് പേരറിയില്ലെങ്കിലും കർത്താവെ, ജയിലുകളിൽ കിടക്കുന്ന നിരപരാധികളായ ദൈവത്തിന്റെ ദാസന്മാരെയും ദൈവമക്കളെയും നീ രക്ഷിക്കണമേ. ഇന്ന് ഞാൻ വേറെ ഒന്നിനെ കുറിച്ച് പ്രാർത്ഥിക്കുന്നില്ല, ഇതിനെക്കുറിച്ചേ പ്രാർത്ഥിക്കുന്നുള്ളൂ. ചൈനയുടെ ജയിലിലും മുസ്ലിം രാജ്യങ്ങളുടെ ജയിലും കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുടെ ജയിലും അവിടെ ഇവിടെ ഇന്ത്യയുടെ ജയിലിലും കിടക്കുന്നതായിരിക്കുന്ന 100 കണക്കിന് ആളുകളുണ്ട്. അവരെ നീ രക്ഷിക്കണമേ. എനിക്ക് അവിടെ ഒന്നും പേരറിയില്ല, നിനക്കറിയാമല്ലോ കർത്താവ്. നമ്മുടെയൊക്കെ പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുന്നത് എന്ത് പ്രാർത്ഥനാ ജീവിതമാണ്. അപ്പൊ എനിക്കത് ഭയങ്കര ഒരു ടച്ചിങ് ആണ്. നിങ്ങളും മറ്റനേകരും അതിന് നിങ്ങൾ ദൈവം എന്നെ വിടുവിക്കുന്ന ഈ ദൈവത്തിന്റെ വലിയ വിടുതൽ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊരു പങ്കുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അതിലൊരു പങ്കുണ്ട്. നമ്മളത് മനസ്സിലാക്കണം. നമ്മൾ ടു സെൽഫ് സെന്റേഡ് പീപ്പിൾ. നമ്മൾ നമ്മുടെ കാര്യങ്ങളെ മാത്രം ഓർത്ത് പ്രാർത്ഥിക്കും. നമ്മളും നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ മാത്രം. ആ പ്രാർത്ഥന വല്ല ദൈവത്തിന് പ്രസാദമാകും? ദൈവത്തിന് പ്രസാദമാകില്ല. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു തന്നോളൂ. അതാണ് പൗലോസ് പറയുന്നത്. അനേകരുടെയും പ്രാർത്ഥനയാൽ അതിന് നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന തുണയ്ക്കുന്നുണ്ടല്ലോ. അങ്ങനെ പലർ മുഖാന്തരം ഞങ്ങൾക്ക് കിട്ടിയ കൃപയ്ക്ക് വേണ്ടി പലരാലും ഞങ്ങൾ നിമിത്തം സ്തോത്രം ചെയ്യാനിടയാകും. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുന്നത് ഒരു രൂപാന്തരം വരണം. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ രൂപാന്തരം വരണം. സോ സെൽഫ് സെന്റേഡ് പ്രേയേഴ്സ്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നമ്മൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കുടുംബ പ്രാർത്ഥനയിലൊക്കെ അത് ചെയ്യാം. മക്കൾക്ക് വേണ്ടിയൊക്കെ കുടുംബ പ്രാർത്ഥനയെ പ്രാർത്ഥിക്കുക. പക്ഷെ നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയില്ലേ? അതോ കുടുംബ പ്രാർത്ഥനയുള്ളൂ? 1 മണിക്കൂറെങ്കിലും പ്രാർത്ഥിച്ചില്ല പിന്നെ എന്നെ പ്രാർത്ഥന? 1 മണിക്കൂറെങ്കിലും വ്യക്തിപരമായ പ്രാർത്ഥന. കുടുംബ പ്രാർത്ഥന പിള്ളേരുടെ പ്രായമൊക്കെ അനുസരിച്ച് 15 മിനിറ്റോ 20 മിനിറ്റോ അരമണിക്കൂറോ 1 മണിക്കൂറോ ഒക്കെ അത് കുഞ്ഞുങ്ങളുടെ പ്രായവും ഒക്കെ അനുസരിച്ചിരിക്കും. അല്ലെ അവര് ഉറങ്ങിപ്പോകും. പക്ഷെ വ്യക്തിപരമായ പ്രാർത്ഥന, സഹോദരന്മാരെ, ഒത്തിരി കാര്യങ്ങൾ നമുക്കെല്ലാം ആഗ്രഹമുള്ളൊരു കാര്യമാണ്. എന്താണ്? സാവധാനതയും സ്വസ്ഥതയും ഉള്ള ജീവിതം കഴിക്കണമെന്നില്ലേ? നാം സർവഭക്തിയോടും ഘനത്തോടും കൂടെ, നമ്മുടെ ഭക്തി വേണം, നമ്മുടെ ഡിഗ്നിറ്റി വേണം, നമുക്ക് പിന്നെ സമാധാനം വേണം, ക്വയറ്റ്നെസ് വേണം. ഇതെല്ലാം കിട്ടണം. അതിനുവേണ്ടി നാം എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്?
പ്രാർത്ഥിക്കണം. ആർക്കു വേണ്ടി? സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി, രാജാക്കന്മാർക്കും ഭരണാധികാരിക്കും എന്ന് പറഞ്ഞാൽ നമ്മളെ ഭരിക്കുന്ന ആളുകൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നതിനനുസരിച്ചാണ് നമുക്ക് സ്വസ്ഥതയും ശാന്തതയും സമാധാനവും ഒക്കെ കിട്ടും. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇന്ത്യൻ പ്രസിഡന്റ് പേരറിയാമോ? വൈസ് പ്രസിഡന്റ് പേരറിയാമോ? പ്രൈം മിനിസ്റ്റർ പേരറിയാമോ? ഹോം മിനിസ്റ്റർ പേരറിയാമോ? ഡിഫൻസ് മിനിസ്റ്റർ പേരറിയാമോ? ഫൈനാൻസ് മിനിസ്റ്റർ പേരറിയാമോ? എല്ലാവരും പേരറിയാം. വേണ്ടി പ്രാർത്ഥിക്കണ്ടേ? സമാധാന സ്വസ്ഥതയൊക്കെ. അതോ ചുമ്മാ എല്ലാരെയും അനുഗ്രഹിക്കണേ? എല്ലാരെയും അനുഗ്രഹിക്കണം. ആരെ? രാജാക്കന്മാർക്കും ഭരണാധികാരികൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ബഡ്ജറ്റിന്റെ സമയത്ത് കർത്താവെ, ഫൈനാൻസ് മിനിസ്റ്റർ ഇന്നാര് അദ്ദേഹത്തെ അനുഗ്രഹിക്കണം, അല്ലെങ്കിൽ സ്ത്രീയെ അനുഗ്രഹിക്കണം. ബഡ്ജറ്റ് കൊണ്ടുവരുമ്പോ ഞങ്ങൾക്ക് സാവധാനതയും സ്വസ്ഥതയും ഉള്ള ജീവിതം നയിക്കാൻ സഹായകരമായ ഒരു ബഡ്ജറ്റ് വേണം അവതരിപ്പിക്കാൻ. ബഡ്ജറ്റ് അവതരിപ്പിച്ച ശേഷം എല്ലാം അങ്ങനെ ടാക്സം കൂട്ടിയേക്ക് നീ പ്രാർത്ഥിച്ചോ കൂട്ടായിരിക്കാൻ. പോലീസ് എല്ലാം കള്ളന്മാർ. നീ പ്രാർത്ഥിച്ചോ. ഇവിടുത്തെ പോലീസ് അധികാരികളെ അറിയാം, ഡിസ്ട്രിക്ട് കളക്ടർമാരെ അറിയാം. ഇതൊന്നും ഇല്ലാതെ നമ്മൾ ജീവിച്ചേച്ച് നമ്മൾ പ്രാർത്ഥിച്ച് പിന്നെ പ്രശ്നം ഉണ്ടാകുമെന്ന് പറയുക. കർത്താവേ മൈൻഡ് യുവർ ഓൺ ബിസിനസ്. ചില നാട്ടിലെ ചില പഴഞ്ചൊല്ലുകളൊക്കെ എനിക്ക് ഓർമ്മ വരുന്നു. ഞാൻ പക്ഷെ പറയില്ല, കാരണം പറയാൻ കൊള്ളാവുന്നല്ല. നമ്മൾ ബുദ്ധിമുട്ട് വരുമ്പോഴേ ചിലതൊക്കെ അന്വേഷിക്കത്തുള്ളൂ. അതുപോരാ, നാം സാവധാനതയും ഘനവും ഭക്തിയും സമാധാനവും ഒക്കെയുള്ള ജീവിതം നയിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യണം. ആർക്കു വേണ്ടി? രാജാക്കന്മാർക്കും ഭരണാധികാരികൾക്കും വേണ്ടി. താഴത്തെ ലെവലിൽ നിന്ന് മേപ്പെട്ട് പോകണം. പഞ്ചായത്ത് ഓഫീസറും പഞ്ചായത്ത് പ്രസിഡന്റും വില്ലേജ് ഓഫീസറും തഹസിൽദാരും ഇങ്ങനെ അങ്ങോട്ട് മേപ്പെട്ട് ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ പഞ്ചായത്തിൽ കാര്യങ്ങൾ നന്നായിട്ട് നടക്കണ്ടേ? വിശ്വാസികൾക്ക് ഒത്തിരി പ്രാർത്ഥിക്കാനുണ്ട്. കാരണം വിശ്വാസികൾ ഒത്തിരി ആവശ്യമുള്ളവരാ. നമുക്ക് കൈക്കൂലി ഒന്നും കൊടുക്കാനൊക്കെ ഇല്ല. നമുക്ക് സമാധാനമായിട്ട് ജീവിക്കണമെങ്കിൽ പ്രാർത്ഥന എന്ന് പറഞ്ഞ കൈക്കൂലി ദൈവത്തിന് കൊടുക്കുക. കൈക്കൂലി ഞങ്ങൾ പ്രയോഗിച്ചതേ ഉള്ളൂ. പ്രാർത്ഥന എന്ന് പറഞ്ഞ കൈക്കൂലി ദൈവത്തിന് ധാരാളമായിട്ട് കൊടുത്താൽ നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാം. ഇല്ലേ നമുക്ക് ജീവിക്കാൻ ഒക്കും. അതൊക്കെ ദൈവത്തിന്റെ നിയമങ്ങളാണ്. ആളുകൾ ഈ പ്രാർത്ഥനയെ പറ്റി ചിന്തിക്കുമ്പോൾ അവരാൾക്കൂട്ട് ചിന്തിക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ, അതെ സൗകര്യമായിട്ട് യോഗം കൊണ്ട് അനുഗ്രഹിക്കപ്പെടണം, വചനം പറയുന്നവർക്കൊക്കെ വചനം കൊടുക്കണം, അത് വേണമെന്നേ. പക്ഷെ ഇവിടെ ഒരു ക്യാമ്പ് സമാധാനമായിട്ട് നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ രാജ്യത്ത് സമാധാനം വേണം, വേണ്ടേ? ഒരുപാട് കാര്യങ്ങൾ വേണ്ടേ അതിന്റെ പിന്നില്. അത് പ്രാർത്ഥിക്കണമെന്നാണ് എത്ര വ്യക്തമായിട്ട് നമ്മോട് പറഞ്ഞിരിക്കുന്നു. നാം എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. നാം സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ഘനത്തോടും സാവധാനതയും സ്വസ്ഥതയും ഉള്ള ജീവനം കഴിക്കേണ്ടത്. സകല മനുഷ്യർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. വിശേഷാൽ രാജാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രവും ചെയ്യണം. 3-4 കാര്യങ്ങൾ ചെയ്യണം കേട്ടോ. യാചിക്കണം, ദൈവം മുൻപാകെ ചെന്ന് ഭിക്ഷക്കാർ യാചിക്കുന്നത് പോലെ പ്രാർത്ഥിക്കണം. അതുപോലെ അവരുടെ പക്ഷം ചേർന്ന് അവർക്ക് വേണ്ടി വാദിക്കണം. ഇതുവരെ അനുഭവിച്ച നന്മകൾക്ക് വേണ്ടി അവരെ ഓർത്ത് സ്തോത്രം ചെയ്യണം. പറഞ്ഞു, ഞാൻ സകലത്തിന് മുൻപേ പ്രബോധിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ സകലത്തിന് മുൻപേ പ്രബോധിപ്പിക്കുന്നു. അത് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരവുമാകും. ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റവും നല്ലതും പ്രസാദകരവുമായ കാര്യമാണ്. പൗലോസ് പറഞ്ഞു, സകലത്തിന് മുൻപേ, അതായത് നിങ്ങൾ വേറെ ഒന്നും പ്രാർത്ഥിച്ചില്ലെങ്കിലും, നിങ്ങൾ വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും ഈ പ്രാർത്ഥന നിങ്ങൾ ചെയ്യണം. നിങ്ങളുടെ സ്ഥലത്തെ പോലീസ് ഓഫീസിന് വേണ്ടി പ്രാർത്ഥിക്കണം, പോലീസ് സ്റ്റേഷന് വേണ്ടി പ്രാർത്ഥിക്കണം, അവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടർ, സബ് ഇൻസ്പെക്ടർ, ASA എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. പേരൊന്നും എല്ലാവരും ഒന്നും അറിയാനും നോക്കുകയില്ല. റൈറ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. അവർക്കൊക്കെ സുബോധം കൊടുക്കാനും അവരൊക്കെ നിയമം പാലിക്കാനും ഒക്കെ വേണ്ടി പ്രാർത്ഥിക്കണം. സകല മനുഷ്യർക്കും വേണ്ടി പ്രാർത്ഥിക്കണം, അയൽക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പൊ എന്തുമാത്രം പ്രാർത്ഥന എന്ന് പറയുന്നത് എന്തോ ഒരു പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ജീവിതത്തിൽ എന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഈ സ്വാർത്ഥതയായിട്ട് നാളെ പരീക്ഷ പ്രാർത്ഥിക്കണേ അങ്കിൾ എന്ന് പറയും. പ്രാർത്ഥിക്കാൻ കുഞ്ഞെ, അത്രേ ഉള്ളൂ. നമ്മുടെ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥന ചോദിക്കുക, അതേ ഉള്ളൂ. അതിനപ്പുറത്തേക്കൊന്നുമില്ല. മഴയില്ലേ, മഴ കിട്ടാൻ പ്രാർത്ഥിക്കണം. രോഗമാണ്, രോഗം മാറാൻ പ്രാർത്ഥിക്കണം. അതൊക്കെ പ്രാർത്ഥിക്കണം. പിന്നെ നമ്മളല്ലേ പ്രാർത്ഥിക്കേണ്ടത്. അതിനേക്കാളൊക്കെ ഗൗരവമുള്ള ഇഷ്യൂ അല്ലേ ഈ കിടക്കുന്നതൊക്കെ പറഞ്ഞു പൗലോസ് പറഞ്ഞു. എല്ലാറ്റിനും മുൻപേ ഫസ്റ്റ് പ്രയോറിറ്റി ഇതാണ് ചെയ്യേണ്ടത്. ദൈവം ആഗ്രഹിക്കുന്ന ദൈവസന്നിധി പ്രസാദമാണെന്നാ പറഞ്ഞത്. ദൈവസന്നിധി പ്രസാദം. ദൈവത്തെ നിങ്ങൾ പ്രസാദിപ്പിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ വിധത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം, അല്ല ദൈവം നിങ്ങൾ പ്രസാദിക്കുകയില്ല. അപ്പൊ പ്രാർത്ഥനയെ പറ്റി നമുക്കൊരു ശരിയായ കാഴ്ചപ്പാട് വേണം. ഒത്തിരി കാര്യങ്ങൾ പറയാം പ്രാർത്ഥനയെ പറ്റി. നമ്മുടെയൊക്കെ പ്രാർത്ഥനാ ജീവിതം ഒരുപാട് വ്യത്യാസപ്പെടും. നമ്മുടെ സഭയുടെ പ്രാർത്ഥന, വ്യക്തികളുടെ പ്രാർത്ഥന, കുടുംബത്തിന്റെ പ്രാർത്ഥന. പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ടില്ല ഇതുവരെ. സത്യം പറഞ്ഞ പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിക്കാൻ ഇതുവരെ തുടങ്ങിയിട്ടില്ല. ഇനി എന്ന് തുടങ്ങും അതും എനിക്കറിയാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കുന്നവരാക്കി ദൈവം നമ്മെ തീർക്കട്ടെ. പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിക്കാൻ ദൈവം സഹായിക്കട്ടെ.
പരിശുദ്ധാത്മാവ് നിരന്തരം നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അതിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സന്തോഷിക്കാം. പക്ഷെ നമുക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്, പ്രാർത്ഥിക്കാൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ട് പരിശുദ്ധാത്മാവ് അങ്ങനെ ചെയ്യുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാൻ പഠിക്കാം. 10, 20, 30 കൊല്ലം രക്ഷിക്കപ്പെട്ട് ഈ ഭൂമി ജീവിച്ചിട്ട് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അയ്യോ കർത്താവേ പ്രാർത്ഥിക്കാനൊന്നും ഞാൻ പഠിച്ചില്ല കേട്ടോ. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ പിന്നെ പ്രാർത്ഥിക്കാതെ ഒരു എടുത്തുമില്ല. ഞങ്ങൾ രണ്ടുപേരോട് പ്രാർത്ഥിക്കേണ്ടല്ലെന്ന് വിചാരിച്ചു. അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. നമ്മുടെ ജീവിതം ദൈവസന്നിധിയിൽ പ്രസാദവും ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതുമാകണമെങ്കിൽ ജീവിക്കേണ്ടതുപോലെ ജീവിക്കണം, പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിക്കണം. സഹോദരന്മാരെ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ സംബന്ധിച്ച് നമുക്ക് ഒരു പുതിയ തീരുമാനം എടുക്കണം. കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കും, നീ എന്നെ സഹായിക്കണം എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സഹായിക്കും. ദൈവം നാം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.